ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല, മടിയും കൊണ്ടാണ്. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഒരു ക്യൂട്ട് ബുക്കാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കണം. അത് ഇങ്ങനൊന്ന് എനിക്കറിയത്തില്ല ഇത് റെഡിയാവും. ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിച്ച് നോക്കണം. പിന്നത്തൊന്ന് ഇങ്ങനെ വെക്കണം. അപ്പം നമുക്കിങ്ങനെ ഒന്ന് കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇതാണ്ട് ഇവിടുന്ന് മുറിയാൻ. നമുക്കൊന്ന് നോക്കാം. ആ കത്രിക ഇങ്ങെടുക്കുക. ഞാനിത് മുട്ടും കൊണ്ട് ഇപ്പം പിടിച്ച് വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ടാണ് കിട്ടുന്നത്. എനിക്കറിയത്തില്ല ഇത് ശരിയാവുമെന്ന്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ട്രൈ ചെയ്യാം. ലുക്ക് ഈസി ആയിട്ടുള്ളൊരു ബുക്കാണ്. പക്ഷേ ഇങ്ങടുത്ത് ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ. പശയും കൂടെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് നമ്മുടെ ബുക്ക് സെറ്റായി കിട്ടും. ആ നടുക്കോട്ട് പശയും കൂടെ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. നമ്മുടെ സിമ്പിൾ ബുക്ക് റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ അടിച്ച് കൊടുക്കുക. ഞാൻ താണ്ട് സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഒരു വട്ടം വരച്ചാദ്യം, പിന്നെ അപ്പുറത്തും വട്ടം വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിലൊരു ഇച്ചിരൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെയൊന്ന് ഓക്കെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കണ്ണ് അരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് കളർ ചെയ്തു പുറവശം മാത്രം. കളർ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഒന്ന് സെറ്റായപ്പോൾ നമ്മൾ ആ കാര്യം ഒന്ന് ഫിനിഷ് ചെയ്തു. ചെറുതായിട്ടല്ല വലുതായിട്ടൊന്നും തെറ്റിപ്പോയി. സൈഡ് നമ്മൾ ഇങ്ങനെ കണ്ണ് വേറെ ഇതായിട്ടുണ്ട്. ഒന്നും ചിരി ഒന്ന് വരച്ചു കൊടുക്കും. ഒരു ചിരിക്കണം. ഒരു എന്നൊരു നാക്കും കൂടെ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കവിളിൽ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. കവിളിൽ നമ്മളൊരു വട്ടം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തും ഒരു വട്ടം.
അപ്പം നമ്മുടെ ക്യൂട്ട് ബുക്ക് റെഡി. ഇനി ഇച്ചിരി അലങ്കോലപ്പണിയുണ്ട്, ഞാൻ അത് കാണിക്കാം. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം നമ്മളപ്പോൾ എന്നിട്ട് അതൊന്നും വെച്ചണം. ഇനി നമുക്ക് നെയിം സ്ലിപ്പ് വേണം. നെയിം സ്ലിപ്പ് ഇനി എവിടെ നിന്ന് ഉണ്ടാക്കാനാ? നമ്മൾ ഏതെങ്കിലും പേപ്പറിൻ്റെ ഇതുപോലത്തെ സൈഡ് എടുക്കുക. ഇതുപോലത്തെ സൈഡ് തന്നെ വേണം. വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇതാ കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ നല്ലത്, ഇത് ഇത്രയും കൂടെ നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിതുപോലൊന്ന് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വേണം. ഇത് വൃത്തിക്ക് കട്ട് ചെയ്യണം, എന്നാലേ ഒരു സുഖമുള്ളു. മൂടിയിട്ട് തുറക്കട്ടെ. എൻ്റെ മുട്ടും വെച്ച് പിടിച്ച് വെച്ചേക്കുവാണ് ഞാനിത്. കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും, എന്നാലും അതിലൊരു ഭംഗി. സ്കൂൾ ക്രാഫ്റ്റാണ് ഇത്. ചേർത്തുണ്ട് കട്ട് ചെയ്താൽ നമ്മൾ ഈ സൈറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. നെയിം സ്ലിപ്പ് നമ്മൾ ഇവിടെ ഒട്ടിച്ചു. എൻ്റെ താര് അതൊന്നും നമുക്ക് വേറൊരു കാണിച്ച്. ഇതിൻ്റെ താര് ഒരു ഇത്രയോ കണ്ണടച്ച് കിടക്കുന്നതായിരുന്നല്ലേ. കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സാധനം കൂടെ ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. തേച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കണേ. നിങ്ങളത് ആ പറ്റിപ്പിടിക്കണം. പറ്റിപ്പിടിച്ചാലേ ഒരു രസം. എനിക്കതങ്ങ് അമഞ്ഞ് പുറത്തോട്ടെല്ലാം വരും അത്. പിന്നെ നമ്മൾ അതൊന്ന് തിരിച്ച് ഇട്ടിട്ട് ഇങ്ങനൊന്ന് കാണാം. ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. പിന്നെ നിങ്ങളുടെ പേരും അതെല്ലാം എടുക്കണ്ടേ. അപ്പം അതിന് നമ്മൾ എഴുതി കൊടുക്കാം. ഫസ്റ്റാണ് നിങ്ങൾ നെയിമെന്ന് അതൊന്ന് എഴുതി കൊടുക്കണം. നല്ല വൃത്തിക്ക് എഴുതി കൊടുക്കണം. ബുക്ക് പോലെ തന്നെ തോന്നും ഇത്. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ് നെയിമെന്ന് റെഡി ആയിട്ടുണ്ട്. സ്പേസ് ഇച്ചിരി സ്പേസ് മതി. പിന്നെ ക്ലാസ് ക്ലാസിൻ്റെ നെയിമും കൂടെ എഴുതി കൊടുത്താൽ മതി. തീർന്ന പരിപാടി. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പം ഇപ്പം വരാം. കണ്ണടച്ചോണേ. ഇച്ചിരി കൂടെ അലങ്കോലപ്പണിയാണ്. അപ്പം നമ്മൾ രണ്ട് സാധനം ഞാൻ എടുക്കും. ഇച്ചിരി കൂടെ അലങ്കോലപ്പണിക്കാണ്. നിങ്ങൾ പറയണം ഇതിൻ്റെ അകത്ത് വല്ല വ്യത്യാസം. ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ല. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസക്കുറവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്നിട്ട്
എന്നിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി നമുക്കൊന്ന് എന്താ ഉണ്ടാക്കാൻ മറന്നുപോയി. നെയിം സ്ലിപ്പല്ല, നമുക്കിത്ര നെയിം സ്ലിപ്സ് ഉണ്ടാക്കിയെടുത്താലോ. ഫസ്റ്റ് തന്നെ നമ്മൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നെയിം സ്ലിപ്സ് അല്ലേ. അപ്പം നെയിം സ്ലിപ്പ് ഇനി നാളെ ഉണ്ടാക്കിയാൽ പോലെ ഗൈസ്. ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊന്നൊരു കാർഡ്ബോർഡും വെച്ച് ഉണ്ടാക്കിയാലോ. അയ്യ അത് സുഖമില്ലായിരിക്കും. നമുക്ക് വേറെ ചാർട്ട് പേപ്പറും കൊണ്ട് ഉണ്ടാക്കാം. ചാർട്ട് പേപ്പറും കൊണ്ട് ഉണ്ടാക്കാം. കണ്ണുകൂടാനെ ഒരു ചാർട്ട് പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാണ് കളറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു കളർ പേപ്പർ എടുക്കണം. വൈറ്റ് പോലെ കളർ പേപ്പർ എടുക്കണം. വൈറ്റ് കളർ എടുക്കുന്ന ഇച്ചിരിയും കൂടെ നല്ലത്. അത് ഇച്ചിരിയും കൂടെ സുഖം. വൈറ്റ് അല്ല, പിങ്ക് പോലത്തെ ഇച്ചിരിയും കൂടെ സുഖമാണ്. കണ്ടോ, ഇതുപോലത്തെ പിങ്ക് കളർ എടുക്കണം നമ്മൾ. പിന്നെ നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം സെയിം ഷേപ്പിൽ. എനിക്കിത് അറിയത്തില്ല, ഇത് തന്നെ സക്സസ് ആവും. നോക്കിയേക്കാം. ഫസ്റ്റ് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് വെച്ചാൽ ഫെയിലാവുമെന്ന് എനിക്ക് തോന്നിങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്, ഫെയിലായിപ്പോയി. അത് കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. വെറുതെ പേപ്പർ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. നെയിം സ്ലിപ്പാണ്. സ്കൂളിലൊക്കെ വെറുതെ ബുക്കിലൊക്കെ ഒട്ടിച്ച് വെക്കാവുന്ന പറ്റുന്ന ഒരു നെയിം സ്ലിപ്പ്. നിങ്ങൾക്ക് പല കളേഴ്സായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് സെറ്റാക്കി എടുത്തിട്ട് ഇതൊന്നും ചേരത്തില്ല വരും ഒത്തിരി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവര് പെയിന്റ് അടിച്ച് കൊടുക്കാം. ഇത് വലിയ സുഖമില്ലല്ലേ, വലിയ സുഖമില്ല ഇത്. ഓ, ഇത് വലിയ ബോറായിപ്പോയി. നമുക്ക് വേറെ ഇതുപോലത്തെ സെയിം ഒന്നുകൂടെ വരച്ചു കൊടുക്കാം. ഇത് ഫെയിലായ പിന്നെ ഞാൻ ഈ പണിക്ക് നിൽക്കത്തില്ല, ഉറപ്പ്. നമുക്ക് പിന്നെ ഹാർട്ട് ഞാൻ ഗീവ് അടുത്ത മൺഡേ തൊട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടേ. അപ്പം നിങ്ങളുടെ വീട് എവിടെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തോ. വീട് നാളെ എനിക്ക് അറിയത്തുള്ളൂ വീട് എവിടെയാണ്. അതൊന്ന് പെട്ടല്ലോ, എനിക്ക് അടി കിട്ടും. നെയിം അടി എഴുതി കൊടുക്കുക. നെയിം വൃത്തിക്ക് എത്തി കൊടുത്താൽ നല്ല ഈ നെയിമെന്നൊന്ന് എത്തി കൊടുക്കുക. എനിക്ക് ഇച്ചിരി സ്ഥലമേ കിട്ടിയുള്ളൂ. ഇതിനകത്ത് നമ്മളൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ക്ലാസ് എഴുതി കൊടുക്കണം. ക്ലാസ് CLASS ക്ലാസ് ഒന്ന് എഴുതി കൊടുക്കുക. പിന്നെ നമ്മൾ റോൾ നമ്പർ ROL റോൾ നമ്പർ
എൻ്റെ റോൾ നമ്പർ 22 ആണ്. ഇനി നമുക്ക് വേറെ ക്ലാസ്സിലോട്ടല്ലേ പോകുന്നത്. സ്കൂളിൻ്റെ വെച്ച സാധനങ്ങളായത് ഇത്രയും മതിയല്ലോ. പിന്നെ നമ്മൾ പിന്നെ എഴുതി കൊടുക്കുന്നത് എന്താ? ഇത് എഴുതി കൊടുക്കും. എന്തേനിപ്പോൾ കൺഫ്യൂഷനായി. ഒരു റെയിൻബോ വരച്ച് കൊടുത്താലോ? റെയിൻബോ വരച്ച് കൊടുക്കാം നമുക്ക്. ഫസ്റ്റ് തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം, എന്നാലേ അതൊരു വൃത്തിയുള്ളൂ. റെയിൻബോ ഈ പ്രാവശ്യമാണ് ഇച്ചിരി എന്താ നമ്മൾ എന്താ മറ്റേ ഈ മേഘമൊക്കെ വരച്ച് കൊടുക്കും. മേഘങ്ങൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. മേഘങ്ങൾ വരച്ചെടുത്തു. പിന്നെ നെയിം NWLMNAM ഹോട്ട്സ്റ്റാറിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പോയി ഒന്ന് കാണുക. ചിലർ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ക്ലാസ് എഴുതാം. CLASS ക്ലാസ്. റോൾ നമ്പർ ROOLRO. എല്ലാവരും ഞാനെല്ലാവരും പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് എണ്ണും. ഇത്രയും പോരെ, നമുക്ക് തന്നെ ഹാർട്ടും കൂടെ എത്തി കൊടുക്കാം. ഇത്രയും നമ്മുടെ 2 നെയിൽ സ്ലിപ്പ് റെഡി ആയിട്ട് ബുക്കിലൊക്കെ കിട്ടിയിട്ട് എനിക്കത് ശരിക്കും പറയാനും അറിയത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.